അവസരങ്ങൾ ശ്രേഷ്ഠമെന്നെണ്ണാൻ നീ ഞങ്ങൾക്കെല്ലാം തരുന്ന വകതിരിവിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തമ്പുരാനെ, നീ ഞങ്ങൾക്ക് പൊരുൾ തിരിച്ചു തരുമ്പോൾ ആ അനുഭവങ്ങൾ ഞങ്ങൾക്ക് ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളായി തീരുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണം. ഈ ശുശ്രൂഷകൾ തമ്പുരാനെ ദൈവനാമോഹത്വത്തിനും ഞങ്ങളുടെ ആത്മീയ വർധനവിനും ഉതകുവാൻ സ്വർഗം അവിടുന്ന് സഹായിക്കണം. ഒന്നിച്ചായിരിക്കുന്ന എല്ലാ മക്കളെ ഓർക്കുന്നു, അവരുടെ ഹൃദയ വിചാരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ മനസ്സാകുലപ്പെടുന്ന ക്ലേശങ്ങളെ ഓർക്കുന്നു. ശാരീരിക മാനസിക പിരിമുറുക്കങ്ങളെ ഒക്കെ ദൈവസന്നിധിയിൽ ഇറക്കി വയ്ക്കുമ്പോൾ അതിനെല്ലാം ആശ്വാസവും അതിനൊക്കെ വിടുതലും നീക്കുപോക്കും ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു. തമ്പുരാനെ, യോനെ അനുസരണക്കേടിൻ തമ്പുരാനെ ശിക്ഷിച്ചപ്പോഴും നീ രക്ഷയുടെ കരം നീട്ടിയതുപോലെ ഞങ്ങളുടെ ഹിതമല്ലാത്ത വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും നീ കോപിക്കുമെങ്കിലും ഞങ്ങളെ ശിക്ഷിക്കാത്ത ദൈവമാകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കും. ചേർത്ത് പിടിച്ചുകൊള്ളണം. നിന്റെ ഹിതാനുവർത്തികളായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. നിനക്ക് ഹിതമല്ലാത്ത വാക്കോ ചിന്തയോ പ്രവൃത്തിയോ ഞങ്ങൾ ഉണ്ടാകുവാനായിട്ട് ഇടയാവണം. ഈ സന്ധ്യ സമാധാനത്തിൻ്റെതാവണം. ഒന്നിച്ചുള്ള ചിന്തയും കൂട്ടായ്മയും ഒക്കെ ദൈവനാമ മഹത്വത്തിനുതകണം. സമസ്തവും ഞങ്ങൾക്കായി ജീവൻ വെച്ചവന്റെ നാമത്തിൽ സമർപ്പിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരണമാകണമേ. ദൈവനാമം മഹത്വപ്പെടട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനം. ഈ അനുഗ്രഹീത കൂട്ടായ്മയുടെ സമാപന സന്ധ്യയാണ്. നാട്ടിലെ സാധാരണ പറയുന്നത് കടശി യോഗം എന്ന് പറയും. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ശുശ്രൂഷയുടെ സമാപന സന്ധ്യയാണ്. ഇന്ന് യൗനാൻ നബിയായുടെ ഓർമ്മ കൂടിയാണ്. ഇന്ന് നാട്ടിലൊക്കെ ഉച്ചയോടുകൂടി 40 കുമ്പിടിലൊക്കെ കഴിഞ്ഞിട്ട് വിശുദ്ധ കുർബാന അർപ്പിച്ചാണ് പൂർത്തീകരിക്കപ്പെടുക. ഒരുപക്ഷെ അവിടെയും ഇന്ന് നാളെ ആയിരിക്കുമല്ലോ നിർവഹിക്കപ്പെടുക. അപ്പോഴേ നമുക്ക് 2 ദിവസങ്ങളിലെ ചിന്തയുടെ അനുഗ്രഹീത ഒരു കൺക്ലൂഡിങ് സെഷനായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. യോനയുടെ 4 അധ്യായങ്ങളിലൂടെ 48 വാക്യങ്ങൾ നിങ്ങളൊക്കെ ഈ 2 ദിവസങ്ങളിലായിട്ട് വായിച്ചിട്ടുണ്ടാവും. ഇന്നുകൊണ്ട് അത് വായിച്ച് പൂർത്തീകരിക്കപ്പെടും. ഇത് കേവലം ഒരു ബയോഗ്രഫിക്കൽ സ്കെച്ച് അല്ല. യോനയെ കുറിച്ച് ഒന്നും കൊടുക്കുന്നില്ല. 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ അമിതായയുടെ മകൻ എന്നുള്ളതിൽ കവിഞ്ഞ് ഒന്നുമേ കൊടുക്കുന്നില്ല. അപ്പോഴതൊക്കെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ചില സൂചകങ്ങളാണ്, ചില ദിശാബോധം തരുന്ന അനുഗ്രഹീതമായിട്ടുള്ള അടയാളങ്ങളായിട്ട് രേഖപ്പെടുത്തിയിരിക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വേദഭാഗത്തിന്റെ ചിന്തകളെ ഇന്ന് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഒരു കുമ്പസാര പീഠത്തിലേക്ക് നിങ്ങളെ നയിക്കുക. കുമ്പസാരം ഇന്ന് അറിഞ്ഞോ അറിയാതെയോ അന്യം നിന്നു പോകുന്ന ഒരു കൂദാശയാണ്. ഒസ്താദ്യോസ് തിരുമേനിയൊക്കെ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, പലപ്പോഴും നമ്മുടെയൊക്കെ പ്രസംഗങ്ങൾ കോമഡി ഷോ ആയി തീരാറുണ്ട്. ചിരിപ്പിക്കുക, ഒത്തിരി മനസ്സിനെ റിലാക്സേഷൻ കൊടുക്കുക. റിലാക്സേഷനും ചിരിക്കാനും ഒക്കെ നമുക്ക് കോമഡി ഷോകളും മറ്റുള്ള അനുബന്ധ കാര്യങ്ങളൊക്കെ ഇന്ന് അനുസ്യൂതമായിട്ട് നമ്മുടെ മീഡിയയിൽ ലഭിക്കുന്നു. എന്നാൽ വചനപ്രഘോഷണവും ധ്യാനവും നമുക്ക് ചിരിപ്പിക്കാനല്ല, ചിന്തിപ്പിക്കുവാനുമല്ല, അതിനപ്പുറം ആത്മാവിനെ അനുഗ്രഹത്തോടെ ദൈവസന്നിധിയിലേക്ക് ചേർത്ത് നിർത്തുവാനായിട്ടാണ്. അത് ചിലപ്പോൾ കുത്തുകൊള്ളുന്ന അനുഭവങ്ങളാവാം, വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാവാം. കാരണം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ പലപ്പോഴും അത് അത്ര ശുഭകരമല്ല എന്നുള്ളത് കൊണ്ട് വചനം നമ്മെ മുറിവേൽപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായേക്കാം. ആ വചനത്തിന്റെ മുറിപ്പെടുത്തലുകൾ അത് നമ്മളെ ദോഷം ചെയ്യുന്നതിന് വേണ്ടിയല്ല, കൂടുതൽ ആത്മീയ വർധന വരുത്തുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വേദഭാഗത്തെ തിരിച്ചുവിടുന്നത് ഒരു കൗദാശിക അനുഭവത്തിലൂടെയാണ്. പ്രത്യേകിച്ച് ഒരു കൂദാശയുടെ അന്യം നിന്ന് പോകുന്ന വംശനാശം സംഭവിക്കുന്ന ഒരു കൂദാശയായിട്ട് ഇന്ന് അറിഞ്ഞോ അറിയാതെയോ കുമ്പസാരം തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കുമ്പസാരത്തിന്റെ ഒരു അനുഭവത്തിലേക്ക് യോനയുടെ ജീവിതാനുഭവത്തെ ചേർത്ത് വയ്ക്കുവാൻ ഞാൻ ശ്രമിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്കൊക്കെ അറിവുള്ളതുപോലെ ഒരു വലിയ പിതാവിന്റെ കുമ്പസാരം ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും അനേക യൗവനക്കാരെ നേർപാതയിൽ നയിച്ചിട്ടുണ്ട്. അറിവുള്ളതുപോലെ ബാല്യവും യൗവനവും ഒത്തും അത്ര ശുഭകരമല്ലാത്ത ജീവിതത്തിന്റെ പരിവരുത്ത അനുഭവങ്ങളിലൂടെയും വല്ലാത്ത മായാമോഹ കാഴ്ചകളിലൂടെ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നുപോയ ഒരു മനുഷ്യൻ ചെന്നുപെട്ടത് ആംബ്രോസ് എന്ന് പറയുന്ന ഒരു പിതാവിന്റെ പാദപീഠത്തിലാണ്. ആ പാദപീഠത്തിലെ ജീവിതാനുഭവങ്ങൾ ആംബ്രോസിന്റെ പാദപീഠത്തിലെ അനുഭവങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യന് ജീവിതത്തിൽ വലിയ പരിണാമമുണ്ടാക്കാൻ തക്കവണ്ണിടയായി. പിൽക്കാലത്ത് പാശ്ചാത്യ സഭയുടെ ഒരു വലിയ വിശുദ്ധനായിട്ട് തീർന്ന സെയിന്റ് അഗസ്റ്റിനെ കുറിച്ചുള്ള ഒരു സൂചകമാണ്. അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു ഗ്രന്ഥമുണ്ട്. അദ്ദേഹത്തിന്റെ ലൈഫ് ഓഫ് റിപ്പൻഡൻസ് ആൻഡ് പ്യൂരിറ്റി എന്നാണ്. ലൈഫ് ഓഫ് റിപ്പൻഡൻസ് ആൻഡ് പ്യൂരിറ്റി. അതിൽ അദ്ദേഹം സുന്ദരമായി സൂചിപ്പിക്കുന്നത് വാസ്തവത്തിൽ
എന്റെ ആത്മാവ് ദൈവത്തിൽ വലയം ചെയ്യുവോളം അത് അസ്വസ്ഥമായിരിക്കുമെന്നാണ് അദ്ദേഹം അതിൽ സൂചിപ്പിക്കുന്നത്. എന്റെ മനസ്സ് ദൈവസന്നിധിയിൽ ചെല്ലുന്നിടത്തോളം അത് അസ്വസ്ഥമായി തീരെയിരിക്കും അത് എന്ന് പറയും. അദ്ദേഹത്തിന്റെ കൺഫെഷൻ എന്ന ഗ്രന്ഥത്തിലാണ് വാസ്തവം. ഞാൻ ഈ പറഞ്ഞ ഗ്രന്ഥം വാസ്തവത്തിൽ തെറ്റിപ്പോയി. അത് ലൈഫ് ഓഫ് റിപ്പന്റൻസ് ആൻഡ് പ്യൂരിറ്റി എന്ന് പറയുന്ന പോപ്പ് ഷിനോഡയുടെ ഗ്രന്ഥം. ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയത് പ്രത്യേകിച്ച് ദ കൺഫെഷൻ എന്ന് പറയുന്ന വിശ്വസാഹിത്യം, വിശ്വസാഹിത്യത്തിലെ ശ്രേഷ്ഠമായ ഗ്രന്ഥമാണ് സെയിന്റ് അഗസ്റ്റിന്റെ. അദ്ദേഹം വളരെ മനോഹരമായിട്ട് ആ ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് വാസ്തവത്തിൽ എന്റെ മനസ്സും ഹൃദയവും ജീവിതവും നിന്നിൽ വലയം ചെയ്യുന്നത് വരെ അത് അസ്വസ്ഥമായിരിക്കുമെന്ന്. മൈ സോൾ വിൽ ബി റെസ്റ്റ്ലെസ് ടിൽ ഇറ്റ് റീച്ചസ് യു. നിന്നിൽ എത്തുന്നത് വരെ അത് അസ്വസ്ഥമാകും. പലപ്പോഴും നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ അതിന് ശാന്തതയും സമാധാനവും ലഭിക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ വലയം ചെയ്യണം, ദൈവത്തോട് ചേർന്ന് നിൽക്കണം. അതുകൊണ്ട് തന്നെ വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ കുമ്പസാരം എന്ന ഗ്രന്ഥം ഒത്തിരി ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാനല്ല ആഗ്രഹിക്കുന്നു. യോനയുടെ ഒരു കുമ്പസാരമാണ് ഈ 4 അധ്യായങ്ങളിലായിട്ട് കാണുന്നത്. ഞാൻ ആദ്യത്തെ ദിവസം സൂചിപ്പിച്ചു എന്ന എന്റെ ഓർമ്മ. വളരെ മനോഹരമായ ഒരു അലിഗോറിക്കൽ ആയിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ നേരത്തെ വന്നിട്ടുള്ളതാണെങ്കിലും എന്റെ ശ്രദ്ധയിൽ അടുത്ത കാലത്താണ് പെട്ടത്. അവിടെ ഇപ്രകാരമാണ് സൂചിപ്പിക്കുന്നത്. ഈ യോന സഞ്ചരിക്കുന്ന ഒരു കപ്പലിനെ ഇന്നത്തെ ലോകത്തിന്റെ ഒരു സിംബോളിക് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ. ആ യോന സഞ്ചരിക്കുന്ന കപ്പൽ വാസ്തവത്തിൽ എത്രയോ ഐഡിയോളജീസ് ഉള്ള ആളുകൾ, എത്രയോ റിലീജിയസ് ആയിട്ടുള്ള ഡിനോമിനേഷനിൽപ്പെട്ട ആളുകൾ, എത്രയോ രാഷ്ട്രീയ മീമാംസകൾ, വ്യത്യസ്തതകളുള്ള ആളുകൾ, ഒത്തിരി വൈവിധ്യത്തിന്റെ ഒരു പ്ലൂറലിസം, റിലീജിയസ് ആയിട്ടാണെങ്കിലും എല്ലാ തരത്തിലും ഒരു പ്ലൂറലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ ലോകം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കപ്പലിനെ ആ നിലയിലാണ് സൂചിപ്പിക്കുന്നത്. കപ്പലിനകത്തും ഒത്തിരി ജാതികളും വിജാതികളും യഹൂദന്മാരും എല്ലാം ചേരുന്ന വ്യത്യസ്ത മത ചിന്തകളിലും ഐഡിയോളജിയിലും ഒക്കെ പെട്ട ആളുകൾ അവിടെയുള്ളത്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് യോന അതിനകത്തുണ്ട് എന്നുള്ളതാണ് വ്യത്യസ്തം. രണ്ടാമത്തെ ചിന്ത അതാ, യോന അതിനകത്തുണ്ട്. യോന ഓരോ വ്യക്തിയെയും ഈ ലോകത്തിൽ സമൂഹത്തിലൊക്കെ ആക്കുമ്പോൾ ഒരു ചെറിയ ലക്ഷ്യം, ഗോഡ് സെറ്റ് സം ഒബ്ജക്റ്റീവ്സ് വിത്ത് എവ്രിവൺ. നമ്മൾ ഓരോരുത്തരെ കുറിച്ചും ചില ലക്ഷ്യമുണ്ട്. ജയനാൻ ജോർജ് അച്ഛൻ ഈ കേരളത്തിലായിരിക്കണം അല്ലെങ്കിൽ ചിക്കാഗോയിലായിരിക്കുമ്പോൾ ഒക്കെ ദൈവത്തിന്റെ ലക്ഷ്യമുണ്ട്. നിങ്ങളിൽ ഓരോരുത്തരെ സംബന്ധിച്ചും ദൈവത്തിന് ലക്ഷ്യമുണ്ട്. പ്രിയ അഭിയച്ഛൻ ഇപ്പോൾ ഇടവകയുടെ വികാരി, ദൈവത്തിന് ലക്ഷ്യമുണ്ട്, ദൈവത്തിന് പദ്ധതിയുണ്ട്. ഓരോ സമയങ്ങളിലും നമ്മളൊക്കെ ഓരോരുത്തർ, ഞാനും നിങ്ങളും ഒക്കെ ഒരു കുടുംബത്തിന്റെ ഗ്രഹനാഥനായിരിക്കുമ്പോൾ തമ്പുരാനൊരു പദ്ധതി ലക്ഷ്യവുമുണ്ട്. ഇവിടെ യോനയെ കുറിച്ച് തമ്പുരാനൊരു പദ്ധതിയും ലക്ഷ്യവുമുണ്ട്. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ ലക്ഷ്യത്തിൽ നിന്ന് യോന വ്യതിചലിക്കുകയാണ്. നമുക്കറിയാം തന്റെ ലക്ഷ്യത്തിൽ നിന്ന് യോന വ്യതിചലിക്കുകയാണ്. അപ്പോൾ അവിടെ അവനെ മടക്കിക്കൊണ്ടുവരുവാൻ ദൈവം ഒരുക്കുന്ന ഒരു പദ്ധതിയാണ്. ദൈവത്തിന്റെ പദ്ധതികൾ എത്ര മനോഹരമാണ്. ദൈവം ആരെയൊക്കെയാ തന്റെ പദ്ധതി നിർവഹണത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. ഞാനും നിങ്ങളൊക്കെ ചിന്തിക്കുന്ന ബുദ്ധിയുള്ളെന്നോ കരുതുന്ന എന്നെ നിങ്ങളെ മാത്രമേ ഒന്നുമല്ല ദൈവത്തിന്റെ പദ്ധതിക്കായിട്ട് ദൈവം ഉപയോഗിക്കുന്നത്. ദൈവത്തിന്റെ പദ്ധതി നിർവഹണത്തിന് വേണ്ടി എല്ലാ ജീവജാലങ്ങളെയും ഉപയോഗിക്കുന്നു. നമുക്കറിയാം യോനയെ മടക്കിക്കൊണ്ടുവരാൻ ദൈവം ഉപയോഗിച്ച പദ്ധതിയിൽ മനുഷ്യരല്ലാത്ത 4-5 കൂട്ടങ്ങളുണ്ട്. ഒന്ന്, പെരുങ്കാറ്റടിപ്പിച്ചുകൊണ്ട് കപ്പൽ ക്ഷോഭം ഉണ്ടാക്കുമ്പോൾ ആ പെരുങ്കാറ്റിനെ യോനയുടെ മാനസാന്തരത്തിനായിട്ട് ഉപയോഗിക്കുക. യോനയെ ശിക്ഷിച്ച് കടലിൽ എറിയുമ്പോൾ ഒരു മത്സ്യത്തെ കൽപ്പിച്ചാക്കി എന്ന വേദവാചനയിലൂടെ ഒരു മത്സ്യം യോനയുടെ ഡെലിവറൻസിന് വേണ്ടി ദൈവം ഒരുക്കുന്ന ഒരു മീൻസ് ആണ്. വീണ്ടും യോനയ്ക്ക് കഠിനമായ ചൂടടിക്കുമ്പോൾ ഒരു വൃക്ഷം ആവണക്കിനെ ഒരുക്കുന്നു. ആവണക്ക് കൽപ്പിച്ചാക്കി എന്ന് പറയുമ്പോൾ ആവണക്ക് യോനയുടെ രക്ഷയ്ക്കും മനസ്സാന്തരത്തിനും ഒരുക്കുന്ന മറ്റൊരു മീൻസ് ആണ്. വീണ്ടും യോനയെ അഹങ്കരിക്കുകയും അഹന്തയും ധാർഷ്ട്യവും വരുമ്പോൾ അതിനെ ഉണക്കുവാൻ ഒരു ചെറിയ പുഴുവിനെ ഈ അപ്പോയിന്റഡ് വേം എന്നാ പറയുന്നത്. ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി എന്നല്ല, പുഴു വന്ന് കുത്തിയെന്നല്ല പറയും. കൽപ്പിച്ചാക്കുമ്പോൾ അതിനെയും യോനയുടെ മാനസാന്തരത്തിനായിട്ട് വിനിയോഗിക്കുക. വീണ്ടും അതിന്റെ തണല് പോലും ഇല്ലാതിരിക്കാൻ അതിനെ വീഴ്ത്താൻ വേണ്ടി ഒരു കിഴക്കാൻ കാറ്റ് അടിപ്പിച്ചു എന്ന് പറയുമ്പോൾ എഗെയിൻ ഈ പ്രകൃതിയെ, പ്രപഞ്ചത്തിന്റെ ചരാചരങ്ങളെ, ചെറിയ ചെറിയ ജീവികളെ ഒക്കെ എത്ര സുന്ദരമായിട്ട് മനോഹരമായിട്ട് ദൈവം മനുഷ്യന്റെ മാനസാന്തരത്തിനായിട്ട് വിനിയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ കുമ്പസാരത്തിലേക്ക് വരുമ്പോൾ നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ ദൈവം എന്തെല്ലാം ഈ കഴിഞ്ഞ 3 വർഷക്കാലം ദൈവം നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ ഈ അപ്പോയിന്റഡ് വൈറസ് എന്ന് പറഞ്ഞാൽ തെറ്റില്ലെന്നാണ് എന്റെ ബോധ്യം. കാരണം ദൈവം അറിഞ്ഞും അനുവദിച്ചോ അല്ലാതെ ലോകത്തിലൊന്നും സംഭവിക്കുന്നില്ല. മനുഷ്യൻ അഹന്തയും ധാർഷ്ട്യവും അഹങ്കാരവും അഹംഭാവവും ഒക്കെ വാനോളം വർദ്ധിച്ചപ്പോൾ അവനെ മടക്കിക്കൊണ്ടുവരുവാൻ എല്ലാവരും ശ്രമിച്ചിട്ടും കിണഞ്ഞു ശ്രമിച്ചിട്ടും ഒന്നും നടക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഈ അപ്പോയിന്റഡ് വൈറസ് എന്നാണ് എന്റെ ചിന്ത.
ഒരുപക്ഷെ അതുകൊണ്ടും പഠിച്ചോ എന്നുള്ളത് ആത്മശോധന ചെയ്യേണ്ടുന്ന വിഷയം. പ്രസക്തമായ ചിന്ത അതല്ലല്ലോ, ഹ്രസ്വമായ സമയമല്ലേ ഉള്ളൂ. ഞാൻ ഇവിടെ പറയുന്നത് യോനയെ മാനസാന്തരപ്പെടുത്താൻ ദൈവം ഒരുക്കുന്ന വഴി. അവിടെ യോനയ്ക്ക് ഒരു കുമ്പസാര പിതാവിനെ ദൈവം ഒരുക്കുന്നുണ്ട്. ഈ അലിഗോറിക്കൽ ഇന്റർപ്രിട്ടേഷനിൽ കുമ്പസാര പിതാവായിട്ട് കാണുന്നത് കപ്പൽ പ്രമാണിയെയാണ്. വാസ്തവത്തിൽ കപ്പൽ പ്രമാണിയെ ഒരു കുമ്പസാര പിതാവായി പരിശുദ്ധാത്മാവാസത്തോടെ ഒരു വിജാതീയനാണെങ്കിലും യോനയുടെ സന്നിധിയിലേക്ക് ഒരു കുമ്പസാര പിതാവായിട്ട് വരികയാണ്. എന്തായി കുമ്പസാര പിതാവ് ചെയ്യുന്നത്? കുമ്പസാരത്തിന് 3 സ്റ്റെപ്പാണുള്ളത്, 3 പടികളാണുള്ളത്. ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വി ഷുഡ് ബി കൺവിൻസ്ഡ് അബൌട്ട് അവർ റോങ് ഡൂയിങ്സ്. തെറ്റുകളെ കുറിച്ചുള്ള ഒരു ബോധ്യം, ഒരു പാപബോധം നമുക്ക് ഉണ്ടാകണം. അതാണ് വാസ്തവത്തിൽ പാപബോധം ഉണ്ടാകുക. ഇത് ഇന്ന് ലോകത്തിനില്ല. അതാ ഞാൻ ബോബ്ഷിനോട് കോട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. അതാണ് ബോബ്ഷിനോയുടെ മനോഹരമായ ദ ലൈഫ് ഓഫ് റിപ്പന്റൻസ് ആൻഡ് പ്യൂരിറ്റി എന്ന മനോഹരമായ ഗ്രന്ഥത്തിലെ ഒരു വാചകമാണ്. ഇന്നത്തെ ആധുനിക തലമുറയുടെ പ്രശ്നം പാപം ഇല്ലെന്നുള്ളതല്ല, പാപബോധമില്ല എന്നുള്ളത്. അപ്പൊ നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഒരു പാപബോധം. കുമ്പസാരത്തിന്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സ്റ്റെപ്പാണ് ഒരു പാപബോധം നമുക്കുണ്ടാവണം. ഇവിടെ യോനയ്ക്ക് ഒരു പാപബോധം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് വാസ്തവത്തിൽ. ഇവിടെ അനുഗ്രഹകരമായിട്ട് ഈ മനുഷ്യൻ കടന്നു വന്ന് കപ്പൽ പ്രമാണി വന്ന് ചില ചോദ്യങ്ങളുണ്ട്. ചോദ്യങ്ങളൊക്കെ നമ്മളെ വല്ലാണ്ട് കുഴപ്പിക്കാൻ വേണ്ടിയല്ല, കുഴപ്പിക്കുന്നതിനപ്പുറമായി നമ്മളെ നമ്മിലേക്ക് തിരിച്ചുവിടുവാനും നമ്മിലേക്ക് ഒരു അന്വേഷണം. നീ എവിടുത്തെ ഏത് നാട്ടുകാരൻ, നീ ഏത് ജാതിക്കാരൻ, നിന്റെ തൊഴിലെന്ത്, ഈ 3-4 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതൊരു ഐഡന്റിറ്റിയുടെ ഒരു പ്രശ്നമാണ്. ഒരു ഐഡന്റിറ്റിയുടെ എക്സ്പ്ലോർ ചെയ്യുകയാണ്. വാസ്തവത്തിൽ നമുക്കൊക്കെ ഇന്നത്തെ ആധുനിക തലമുറയുടെ ഒരു പ്രശ്നം ഐഡന്റിറ്റിയുടെ ഒരു ക്രൈസിസ് ഒന്നും അല്ലാത്ത. നമ്മൾ ആരാണെന്നൊരു ബോധ്യം നമുക്കില്ല, നമ്മൾ എന്താണെന്നുള്ളൊരു ബോധ്യമില്ല, നമ്മുടെ തൊഴിൽ എന്താണെന്ന് ബോധ്യമില്ല, നമ്മുടെ ജീവിത ദർശനം എന്താണെന്ന് ബോധ്യമില്ല. വല്ലതൊക്കെ കിട്ടുന്നു, കിട്ടുന്നതിനനുസരിച്ച് ജീവിക്കുന്നു, കിട്ടാത്തപ്പോൾ നിരാശപ്പെടുന്നു, കിട്ടുമ്പോൾ ദൈവത്തെ മറക്കുന്നു. അങ്ങനെയൊക്കെ വല്ലാത്ത ജീവിത ശൈലിയിൽ നാം മുന്നോട്ട് പോവുകയാണ്. ഇവിടെയാണ് ഈ ഒരു ഐഡന്റിറ്റിയെ കുറിച്ച് അവനെ ബോധ്യം ഉണ്ടാക്കുന്നത്. നീ സാധാരണ മനുഷ്യനല്ലെന്നും, നീ ദൈവനിയോഗമുള്ളവനാണെന്നും, ദൈവം നിന്നെ ആക്കിയിരിക്കുകയാണ് ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടെന്നും, നീ അതിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്നു ഒക്കെ അവനെ ബോധ്യപ്പെടുത്തി. അപ്പൊ കുമ്പസാരത്തിന്റെ ഫോർമോസ്റ്റ് സ്റ്റെപ്പാണിത്. വി ഷുഡ് ബി കൺവിൻസ്. ഞാൻ ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച്, ഞാൻ ആകേണ്ടുന്ന അവസ്ഥയെക്കുറിച്ച് നമുക്കറിയാം. പുതിയ നിയമത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 17 തൊട്ടുള്ള വാക്യങ്ങൾ അല്പം കൂടെ മുമ്പുണ്ട്. ഒരു മുടിയനായ പുത്രൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നുണ്ട്. പക്ഷെ അവന് കൺവിൻസ് ചെയ്യാം. 17-ാം വാക്യത്തിൽ പറഞ്ഞ അവന് സുബോധം വന്നു എന്നാണ്. ഈ സുബോധം ഇല്ലാത്തപ്പോഴാണ് പാപത്തെക്കുറിച്ച് ബോധ്യമില്ലാത്തത്. അവൻ മദ്യപാനിയായി, വേശ്യാദോഷിയായി, അപ്പനിൽ നിന്നെല്ലാം അടിച്ചു മാറ്റി ദൂർത്തുപുത്രനായിട്ടൊക്കെ ജീവിച്ചത് സുബോധമില്ലാതെ വന്നപ്പോഴാണ്. കുമ്പസാരം നമുക്ക് സുബോധം വരുത്തണം. നമ്മുടെ ഐഡന്റിറ്റിയെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലുണ്ടാവണം. ഞാൻ ആരാണെന്നും എന്താണെന്നും എങ്ങനെയാണെന്നും എങ്ങനെയാകണമെന്നും ഒരു ബോധ്യം ഉണ്ടാവണം. അതിന് സുബോധമാണ് ആവശ്യം. ഇവിടെ അനുഗ്രഹത്തോടെ ഉറങ്ങിക്കിടന്നവനെ തട്ടി ഉണർത്തുകയാണ്. ഉറങ്ങിക്കിടന്നവനെ തട്ടി ഉണർത്തിയിട്ട് അവർ സുബോധം വരുത്തി. അവനതിനെ ബോധ്യം ഉണ്ടായി. ഞാൻ തെറ്റ് ചെയ്തു. അവൻ പറയുന്നുണ്ട്, ഞാൻ നിമിത്തമാണ്, എൻ നിമിത്തമാണ്, എന്റെ നിമിത്തമാണ് ഈ പ്രശ്നങ്ങളെല്ലാം കാരണം ഞാൻ നിമിത്തമാണ്. എത്ര സുന്ദരമായിട്ട് മനോഹരമായിട്ടുള്ള ഒരു പ്രതികരണമാണ്. കുമ്പസാരത്തിൽ വേണ്ടത് ഇതാ. കുറ്റം നമ്മൾ സമ്മതിക്കാൻ തക്കവണ്ണം എന്റെ കുഴപ്പം കൊണ്ടാണ് യോന പറയുക. അല്ലെങ്കിൽ എത്രയോ ആളുകൾ സഞ്ചരിക്കുന്ന വലിയ ബൃഹത്തായ ഒരു കപ്പലാണ്, അനേക ആളുകളുണ്ട്. അവൻ എന്തുകൊണ്ട് അവൻ കുറ്റം ഏറ്റെടുക്കാൻ തയ്യാറായി. ആധുനിക തലമുറയും ഞാനും നിങ്ങളും ഒക്കെ കുമ്പസാരിക്കാൻ പോലും നമ്മളെ മുൻകുതിരാത്തതിന്റെ കാരണം പാപബോധമില്ല എന്നുള്ളത്. അപ്പൊ നമുക്കൊരു പാപബോധം ഉണ്ടാവുന്നത്. എന്നെ വിളിച്ചത് എന്റെ ദൈവമാണ്, ഈ പ്രപഞ്ചത്തിലാക്കിയത് എന്റെ ദൈവമാണ്. അതുകൊണ്ടല്ലേ 139 സങ്കീർത്തനം 13-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എത്ര മനോഹരമായി നീ എന്നെ അമ്മയുടെ ഉദരത്തിൽ മെടഞ്ഞു എന്നാ പറയുന്നത്. എത്ര അമ്മയുടെ ഉദരത്തിൽ എന്നെ മനോഹരമായി മെടഞ്ഞവൻ നീയാ. അതിലെ മനോഹര വാക്യങ്ങൾ വേറെ ഒത്തിരി ഉണ്ട്. വാസ്തവത്തിൽ ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയും. എന്റെ നടപ്പും എന്റെ കിടപ്പും നീ ശോധന ചെയ്തു. നീ അറിയാതൊരു വാക്കുപോലും എന്റെ നാവിൽ മേലില്ല. സങ്കീർത്തനക്കാരൻ 139 അതിന്റെ അറിവുകളെ കുറിച്ച്, ദൈവം നമ്മെ അറിയുന്നതിനെ കുറിച്ചൊക്കെ സുന്ദരമായിട്ടാണ് പ്രതിപാദിക്കുന്നത്. അപ്പൊ ഇതൊക്കെ അറിഞ്ഞിട്ടും നമുക്ക് വാസ്തവത്തിൽ നമ്മളെ കുറിച്ചൊരു ബോധ്യമില്ല. ഞാൻ ആദ്യം ചിന്തിച്ചിട്ടുണ്ട്, ഏദൻ തോട്ടത്തിൽ ആദമേ നീ എവിടെയെന്നൊക്കെ വിളിക്കുമ്പോൾ എന്താ ആദം എവിടെയാണെന്ന് തമ്പുരാൻ അറിയാഞ്ഞിട്ടാണ്? അല്ല, തമ്പുരാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല. തമ്പുരാൻ അറിയാൻ ഉദ്ദേശിച്ചത് ആദമിനെ അറിയണം, നീ ഇപ്പോൾ എവിടെ നിൽക്കുന്നത്. തമ്പുരാനോടൊപ്പം കരം പിടിച്ച് ഏദൻ തോട്ടത്തിലോട് ഉല്ലാസം നടത്താൻ ജീവിതത്തിൽ മുന്നേറിയ ഒരു മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ ഒളിച്ചിരിക്കുമ്പോൾ നിന്റെ ഒളിവിടത്തെ കുറിച്ച് നീ അറിയണം. നീ ദൈവത്തിൽ നിന്നുള്ള അകലം എന്താണെന്ന് നീ അറിയണം. നീ ദൈവത്തിൽ നിന്ന് അന്യമായി പോയത് എന്തുകൊണ്ടാണെന്ന് അറിയണം. അതുകൊണ്ടാണ് അവരെ ഉച്ചത്തിൽ വിളിക്കുന്നത്, ആദമേ നീ എവിടെയാണ്. അപ്പൊ നമ്മളെയൊക്കെ ദൈവം ഇന്ന് വിളിക്കുക. ഈ 3 നോമ്പ് കുമ്പസാരത്തിലേക്ക് നമ്മളെ വിളിക്കുക.
ഒരു പാപബോധം ഉണ്ടാക്കാൻ വേണ്ടി വിളിക്കുക. ഈ പാപബോധം അവരിൽ വന്നപ്പോൾ ആ കുറ്റസമ്മതം നടത്തുക. വിസ്താര ഭയത്താൽ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല. രണ്ടാമത്തെ കുമ്പസാരത്തിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ചെയ്തു പോയ തെറ്റിന്റെ ഓണർഷിപ്പ് ഏറ്റെടുക്കുക. അതിന്റെ ഓണർഷിപ്പ് ഏറ്റെടുക്കുക. അവിടെ കൃത്യമായിട്ട് അതിന്റെ ഓണർഷിപ്പ് ഏറ്റെടുക്കുക. അവിടെ ഞാനാണ് എന്റെ മൂലമാണ്, ഞാനാണ് തെറ്റ് ചെയ്തത്. വാസ്തവത്തിൽ നമ്മിൽ എത്ര പേര് ഇങ്ങനെയുള്ള ഒരു കാര്യത്തെ കുറിച്ച് തെറ്റിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായിട്ട് നമ്മൾ തയ്യാറാകും. വാസ്തവം ഇവിടെയാണ് സുന്ദരമായിട്ടുള്ള അനുഗ്രഹരമായിട്ടുള്ള ഈ ഒരു പ്രതികരണ ശൈലി യോനയുടെ ഭാഗത്തു നിന്ന് ആ തെറ്റിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് താൻ ഏറ്റെടുക്കുകയാണ്. ഞാൻ എന്റെ അപരാധം കൊണ്ടാണ്, എന്റെ വഴിതെറ്റിൽ കൊണ്ടാണ്, എന്റെ ദൈവോദ്ദേശത്തിൽ നിന്നും ദൈവ പദ്ധതിയിൽ നിന്നും ഞാൻ അകന്നു പോയത് കൊണ്ടാണെന്നുള്ള തികഞ്ഞ അവബോധം തന്നെ വഴിയാണ്. പലപ്പോഴും ആധുനിക തലമുറയല്ല, ആദ്യ തലമുറ തൊട്ട് നമുക്ക് കാണുന്നുണ്ട് പഴിചാരാൻ ശ്രമിക്കുക. നമുക്കറിയാം ആദമിനെയും ഹൗവയെയും തെറ്റ് ചെയ്തതിന് തൊണ്ടി സഹിതം തമ്പുരാൻ പിടിച്ചു നിർത്തിയിട്ട് അവനോട് ചോദിക്കുന്ന ഉടനെ ആദാം ചങ്കൂറ്റത്തോടെ അത് ഏറ്റെടുക്കണമായിരുന്നു. ചെയ്തില്ല. അവൻ എന്നാ പറഞ്ഞത്? അവൻ കൊണ്ട് തമ്പുരാന്റെ തലയെ കൊണ്ടുവയ്ക്കുക. എങ്ങനെ കൊണ്ടുവച്ചത്? ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നപ്പോ മുഹമ്മാടി എന്ന് പറഞ്ഞുകൊണ്ട് നീ ഒരു കൂട്ടിനൊരുത്തിയെ കൊണ്ടു തന്നു. അവിടെ പ്രലോഭനത്തിൽപ്പെട്ട് ഞാൻ ഈ അപരാധങ്ങളെല്ലാം കാട്ടി, അതുകൊണ്ട് ഇതിന് ഒരു ഉത്തരവാദിത്വം എനിക്കില്ല, യു ജസ്റ്റ് ഗോ ആൻഡ് ആസ്ക് ഹർ. അവളോട് ചോദിക്കുക. പലപ്പോഴും പരിചാരിക താൻ ആ ധാർമ്മിക ഉത്തരവാദിത്വം നിന്റെ മകനായ ഞാൻ ഒരിക്കലും നിന്റെ ഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കരുതായിരുന്നു എന്ന് തന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിന് പകരം അവൻ പഴിചാരുക. ഇന്നത്തെ ആധുനിക തലമുറ എല്ലായിടവും വിഷയമായി, എല്ലായിടവും പഴിചാരലിന്റെ ഒരു ചിന്തയാണ്, എല്ലായിടവും പഴിചാരുകയാണ്. പലയിടത്തും കായീനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ കായീൻ പറയുന്നു, ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരനൊന്നും അല്ലല്ലോ, എന്റെ ഉത്തരവാദിത്വം ഒന്നുമല്ലല്ലോ സഹോദരന്റെ സംരക്ഷ. ഒരുപക്ഷെ കയ്യബദ്ധം വന്ന് ഒരു തല്ല് കൊടുത്തപ്പോൾ അവൻ മർമ്മത്തെങ്ങാണ്ട് കൊണ്ട് വീണ് ചത്തതാ. പറഞ്ഞാ മതി എനിക്ക് തെറ്റിപ്പോയി, ഒരു അബദ്ധം പറ്റിപ്പോയി, അറിഞ്ഞുകൊണ്ടല്ല എന്നൊക്കെ പറഞ്ഞാൽ മതി. പക്ഷെ അതല്ല അവൻ ചെയ്യുന്നത്. അവൻ പറയുന്നത് ഇറ്റ് ഈസ് നൺ ഓഫ് മൈ ബിസിനസ്. പലപ്പോഴും ഞാനും നിങ്ങളും ഒക്കെ ജീവിതത്തെ കാണുന്ന ഇതുപോലെയാ. എന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഒന്നുമല്ല, മറ്റൊരു കാര്യത്തിലും എനിക്ക് ഉത്തരവാദിത്വമില്ല. പലപ്പോഴും ഞാനും നിങ്ങളും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന ഒരു വല്ലാത്ത ദുസ്ഥിതി ഇന്നത്തെ ആധുനിക തലമുറ. നമ്മുടെ ഈഗോയും നമ്മുടെ പ്രൈഡും നമ്മുടെ ഫാൾസ് പ്രൈഡും ഒക്കെ ഒരിക്കലും നമ്മളെ അഹന്തയും ധാർഷ്ട്യവും അഹങ്കാരവും ഒന്നും നമ്മളെ സമ്മതിക്കുന്നില്ല തെറ്റ് ഏറ്റെടുക്കാനും അബദ്ധം പറ്റിയെന്ന് പറയാനും. എപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, യൂദയ്ക്ക് ഒരു പക്ഷേങ്കിൽ തമ്പുരാനെ ഒറ്റുകൊടുക്കുമ്പോൾ യൂദയ്ക്ക് ദുരുദ്ദേശമൊന്നും ഇല്ലായിരുന്നു. തമ്പുരാൻ ആ പഴുതൊക്കെ അടച്ച് ഇറങ്ങി വരും, അവന് എല്ലാം അത്ഭുതം പ്രവർത്തിക്കുന്നുള്ള ബോധ്യത്തില ചെയ്തത്. പക്ഷെ പറ്റിപ്പോയി കുറ്റബോധം അവന് വന്നു എന്ന് വേദോസ്തി പറയുന്നുണ്ട്. പക്ഷെ കുറ്റബോധത്തിന് ശേഷം അത് ഏറ്റെടുക്കാൻ അവൻ തയ്യാറായില്ല. അവൻ ഓടിയത് തെറ്റിപ്പോയി. തമ്പുരാന്റെ അടുത്ത് എന്ന് ഒറ്റ സോറി എന്ന് ഒറ്റ വാക്ക് മതിയായിരുന്നു, എനിക്ക് പറ്റിപ്പോയി, ഞാൻ പ്രതീക്ഷിച്ചത് ഇങ്ങനെയല്ല, തമ്പുരാൻ എന്നോട് പൊറുക്കണമെന്ന് ആ കാലേ വീണാ മതിയായിരുന്നു. അവൻ 12 സിംഹാസനത്തിൽ ഒരു സിംഹാസനത്തിന്റെ ഉടമയായിട്ട് തീരുമായിരുന്നു, അതിന്റെ അധികാരിയായി തീരുമായിരുന്നു. അവന്റെ സിംഹാസനം നഷ്ടപ്പെട്ടത് അവന്റെ പ്രതികരണം കൊണ്ടാണ്. ഞാനും നിങ്ങളും പാപം ചെയ്യുക, ഈസ് ഹ്യൂമൻ, അത് സ്വാഭാവികം, ആർക്കാ തെറ്റില്ലാത്തത്? ദൈവം ഒഴിച്ച് പെർഫെക്ഷൻ ഉള്ളത് ദൈവം മാത്രമേ ഉള്ളൂ. ഗോഡ് അലോൺ ഈസ് പെർഫെക്റ്റ്. നമുക്കാർക്കും പെർഫെക്ഷനിലേക്ക് വരാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ തെറ്റുകളെ അത് ദൈവസന്നിധിയിൽ ഏറ്റുപറയാൻ സാധിക്കും. അത് ഞാനാണ്, എന്റെ കുറ്റമാണ്, കുറവാണ്, ഞാൻ ചെയ്തു പോയതാണ് എന്ന് ഏറ്റുപറയാൻ സാധിക്കും. മദ്യപിക്കുന്ന സുഹൃത്തുക്കൾ കുമ്പസാരിക്കുമ്പോൾ പറയും, ഒരു കമ്പനി സൈക്കിന് വേണ്ടി എല്ലാവരും സമ്മർദ്ദം ചെലുത്തിയപ്പോ ചെയ്തു പോയി, അല്ലെ പെട്ടുപോയി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, എക്സ്ക്യൂസ് പറയാം. പലപ്പോഴും എക്സ്ക്യൂസ് പറയുകയാണ് കുമ്പസാരത്തിൽ. അല്ല, ഞാനത് തെറ്റാണ് ചെയ്തത്, ഹിതമല്ലാത്തതാണ് ചെയ്തത്, ദൈവഹിതമല്ലാത്തതാണ് ചെയ്തത് എന്ന് പറയാനുള്ള ഒരു ചങ്കുവിന്റെ വാസ്തവത്തിൽ അത് നമുക്ക് ആ നിലയിൽ ഉണ്ടാകാൻ കൊണ്ടിടുക. പിതാക്കന്മാരൊക്കെ കുമ്പസാരിക്കുന്ന ആ നിലയിൽ അങ്ങനെയുള്ള കുമ്പസാരങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വാസ്തവത്തിൽ ഇവിടെ മുടിയനായ പുത്രന്റെ ഒരു കുമ്പസാരം കാണുന്നുണ്ട് 15-ാം അധ്യായത്തിൽ. അവൻ പറയുന്ന, അപ്പാ നിന്നോടും സ്വർഗത്തോടും ഞാൻ പാപം ചെയ്തു. എത്ര വിശാലമായ ദർശനമാണ് ആ മനുഷ്യൻ. വാസ്തവത്തിൽ അവനെയാണോ മുടിയൻ പുത്രൻ എന്ന് വിളിക്കേണ്ടത്, ഞാനും നിങ്ങളുമാണോ എന്ന് എനിക്ക് സംശയം. അവൻ അന്ന് ചെയ്തെങ്കിലും തെറ്റിനെ കുറിച്ചൊരു ബോധ്യം ഉണ്ടായിട്ടാണ് പറയുക, ഞാൻ തെറ്റ് ചെയ്തു പോയി, നിന്നോട് മാത്രമല്ല എന്റെ തെറ്റുകളല്ല എന്റെ സ്വർഗത്തോടും തമ്പുരാനോടാ ചെയ്തതെന്നുള്ള ബോധ്യം. വലിയ ഒരു ഡീപ്പായിട്ടുള്ള ഒരു കൺഫ്യൂഷൻ അവിടെ നടക്കും. നിന്നോടും സ്വർഗത്തോടും ഞാൻ പാപം ചെയ്തതെന്ന് ഈ മുടിയൻ പുത്രൻ പറയും. നമുക്ക് ദൈവസന്നിധിയിൽ ഓണർഷിപ്പ് നമ്മൾ ചെയ്തു പോയെന്നുള്ള അപരാധം, തെറ്റിപ്പോയി, യോന പറയുക, എന്റെ മൂലമാണ്, ഈ കൊടുങ്കാറ്റെല്ലാം എന്റെ മൂലമാണ്, എന്റെ തെറ്റുകൊണ്ടാണ്, ഞാൻ ചെയ്ത അനുസരണക്കേട് കൊണ്ടാണ്, ഞാൻ തമ്പുരാന്റെ രക്ഷണ്യപാതയിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞു പോയത് കൊണ്ടാണ്, എന്റെ ദൗത്യ നിർവഹണത്തിന്റെ വിളിയും ഞാൻ മറന്നുപോയി അബദ്ധസഞ്ചാരം നടത്തിയത് കൊണ്ടാണ് ഈ ഹിതമല്ലാത്തതെല്ലാം വന്നുചേർന്നിരിക്കുന്നത്. അവൻ തെറ്റിയെ അവസാനം ഒരു വാക്കൂടെ പറഞ്ഞു നിർത്താം,
കുമ്പസാരത്തിന്റെ തേർഡ് സ്റ്റെപ്പാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു, പാപബോധം ഉണ്ടാകുക. 2, പാപം നമ്മൾ ചെയ്തു എന്ന് സമ്മതിക്കാനുള്ള ഒരു മാഗ്നാനിമിറ്റി, വിശാലത നമുക്കുണ്ടാകുക, ബോധ്യം ഉണ്ടാകുക. അതിനകത്ത് ഒട്ടും ഒരു ഹിഡൻ അജണ്ട നേച്ചർ ഒന്നും ഉണ്ടാകരുത്. അതൊന്നും മറച്ചു വെക്കാൻ ശ്രമിക്കരുത്, ഒളിച്ചു വെക്കാൻ ശ്രമിക്കരുത്. അതിനെക്കുറിച്ച് നമ്മൾ ലജ്ജ തോന്നരുത്. അത് ദൈവത്തിന്റെ മുമ്പിൽ ഞാനാണ്, എന്റെ ഭാഗത്തെ തെറ്റുകൊണ്ടാണ്, കുറ്റമാണെന്ന് ഏറ്റു പറയാൻ സാധിക്കുന്നു. മൂന്നാമത് അവന്റെ പ്രതികരണത്തിന്റെ അനുഗ്രഹകരമായ ഒരു ശൈലി. മൂന്നാമത് അതിന് പ്രായശ്ചിത്തം, സ്വയം ഏറ്റെടുക്കുക, പ്രായശ്ചിത്തം ഏറ്റെടുക്കുക. മൂന്നാമത്തേതാ, പ്രായശ്ചിത്തം ചെയ്യാൻ സാധിക്കണം. തെറ്റുകൾ ചെയ്താൽ അവൻ സ്വയമായിട്ട് പറയുക. നറുക്കുവന്റെ പേരിൽ വീണെങ്കിലും അവൻ എക്സ്ക്യൂസ് പറയാം. ഇത്രയും ആളുകൾ സഞ്ചരിക്കുന്നു, നിങ്ങളെല്ലാം കൂടെ എന്നെ എന്തിനാ പ്രതിക്കൂട്ടി ചേർക്കുന്നത്? പലരുടെയും പാപങ്ങൾ കാണാം, അതൊക്കെ അവൻ വേണമെങ്കിൽ അതിനെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്യാൻ ആ രീതിയിലൊക്കെ കൊണ്ടുവരാം. അതല്ല, ഞാനാണ് അപരാധി, ഞാനാണ് തെറ്റുകാരൻ, എന്നെ എടുത്ത് കടലിൽ ഇട്ടോളാൻ പറയുക. സ്വയം പ്രായശ്ചിത്തത്തിന് വേണ്ടി സ്വയം തുനിയുക. പ്രായശ്ചിത്തം വിശുദ്ധ കുമ്പസാരത്തിന്റെ അനുഗ്രഹീതമായ ഏത് തെറ്റുകൾ ചെയ്താൽ ഐഡന്റിറ്റിക്കനുസരിച്ച് പ്രായശ്ചിത്തം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുമോ? ആ കുറ്റത്തിന് ദൈവസന്നിധിയിൽ മാപ്പിരക്കാൻ സാധിക്കുമോ? ഒരുപക്ഷെ നമുക്കറിയാം, എറീഹോ തെരുവീതിയിൽ വെച്ച് സക്കായി എന്ന് പരീക്ഷയെ കാണുന്നുണ്ട്. തമ്പുരാൻ അവനോടുകൂടെ പാർക്കുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന ആ രാത്രി മുഴുവൻ സക്കായി മുട്ടുമടക്കി തമ്പുരാന്റെ മുമ്പിൽ ഇരുന്ന് കുമ്പസാരിക്കുകയായിരുന്നത് എന്റെ ബോധ്യം. കാരണം ആ കുമ്പസാരം നേരം പുലരുന്നത് വരെ വന്നു. നേരം പുലർന്നു കഴിഞ്ഞപ്പോഴാണ് സക്കായി കുമ്പസാര പീഠത്തിൽ എഴുന്നേൽക്കുന്നത്. എഴുന്നേറ്റിട്ട് തമ്പുരാന്റെ മുമ്പിൽ ഒരു പ്രായശ്ചിത്തം ചെയ്തു. എന്താ പ്രായശ്ചിത്തം ചെയ്ത്? ഞാൻ ചെയ്ത അപരാധങ്ങൾക്ക് ഇനി മറ്റു പരിഹാരമൊന്നുമില്ല. ഇത് 2 കാര്യം ചെയ്യുമ്പോൾ, ഒന്ന്, എന്റെ വസ്തുവകയിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുക. കാരണം ഇന്ന് വരെ എന്റെ അപരാധം എന്ന് പറയുന്നത് എവിടെ പോയാലും എനിക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമം, അതെല്ലാം വഴിവിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം ഞാൻ ദരിദ്രർക്ക് പകുതി പങ്കിടാൻ പോവുക. രണ്ടാമത് ഒന്നുകൂടെ പറഞ്ഞു, ഹിതമല്ലാതെ നേടിയതെല്ലാം 4 ഇരട്ടി തിരിച്ചു കൊടുക്കാൻ പോവുക. എത്ര അനുഗ്രഹകരമായ ഒരു പ്രതികരണമാണ്, ഒരു പ്രായശ്ചിത്തമാണ് ചെയ്തത്. കുമ്പസാരത്തിന് ശേഷം വളരെ അനുഗ്രഹകരമായ ഒരു പ്രായശ്ചിത്തമാണ് ചെയ്തത് തമ്പുരാന്റെ സന്നിധിയിൽ. അതെ, ദൈവാനുഗ്രഹത്തോടെ എത്ര ശ്രേഷ്ഠമായ മനോഭാവം. തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ബോധ്യം ഉണ്ടാവണം. അതുകൊണ്ടാണ് പൗലോസിന്റെ കുമ്പസാരം അറിയാം. ശൗലായിരുന്നപ്പോൾ ഒരുപക്ഷെ ദമാസ്കോസിന്റെ പടിവാതിൽക്ക് വെച്ച് വീണ് കഴിഞ്ഞപ്പോൾ അവൻ 3 ദിവസം അന്ധനായിരുന്നു എന്നൊക്കെ പറയുന്നത് 3 ദിവസം അവൻ കുമ്പസാരിക്കുകയായിരുന്നു എന്റെ ചിന്ത. അനന്യാസിന്റെ അടുത്ത് ചെന്ന് കുമ്പസാരമായിരുന്നു. ഈ 3 ദിവസത്തെ കുമ്പസാരം കഴിഞ്ഞ് എഴുന്നേറ്റിട്ട് അവൻ പറഞ്ഞു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യനാ, അയ്യോ ഞാൻ എന്നെ പോലെ കൊള്ളരുതാത്തവരാരുമില്ല, എന്റെ ദൈവമാണ് എന്നെ അനുഗ്രഹത്തോടെ ഈ അനുരഞ്ജനത്തിന്റെ പാതയിലേക്ക് മടക്കി കൊണ്ടുവന്നത്. അതുകൊണ്ട് എന്റെ ശിഷ്ടായുസ് മുഴുവൻ എന്റെ ദൈവത്തിന് വേണ്ടി ജീവിക്കും. അവൻ പ്രായശ്ചിത്തം ചെയ്യാം. അവന്റെ ശിഷ്ടായുസ് ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് അവൻ പ്രായശ്ചിത്തം ചെയ്യാം. അപ്പോൾ ശൗലിന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ അതാണ് ശൗല് പറയുന്ന മാനസാന്തരത്തിന്റെ അനുഗ്രഹകരമായ ചിത്രമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അവർ പ്രായശ്ചിത്തം ചെയ്യാൻ സാധിക്കുക. കഴിഞ്ഞ കാലങ്ങളിൽ ശാന്തമായി തിരിഞ്ഞു കുറവുകളുണ്ടായിട്ടുണ്ട്. മനുഷ്യരിൽ, വാക്കിൽ, ചിന്തയിൽ, പ്രവൃത്തിയിൽ, കുടുംബജീവിതത്തിൽ, കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ, സഭയോടുള്ള ബന്ധത്തിൽ, ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ഒക്കെ വീഴ്ചകൾ ആർക്കും ഉണ്ടാവാം. നമുക്ക് ഈ 3 നോമ്പ് ഒരു കുമ്പസാര പീഠത്തിലേക്ക് നമ്മെ നയിക്കട്ടെ. ഒരു ആത്മശോധനയ്ക്ക് വിഷയമാവട്ടെ, ഒരു തിരിഞ്ഞുനോട്ടത്തിന്റെ ഇടമാവട്ടെ. എന്റെ കുറ്റങ്ങളെ കുറിച്ച് എനിക്കൊരു ബോധ്യമുണ്ടാവട്ടെ. കുറ്റബോധമില്ലാത്തതാണ് പരാജയമെങ്കിൽ ഒരു കുറ്റബോധം ഉണ്ടാവട്ടെ. ആ കുറ്റത്തിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കട്ടെ. എന്റെ ഭവിഷ്യത്തുകൊണ്ടാണ്, എന്റെ കുറവ് കൊണ്ടാണെന്നൊരു ബോധ്യം ഉണ്ടാവട്ടെ. അങ്ങനെയെങ്കിൽ അതിന് പ്രായശ്ചിത്തം ചെയ്യാൻ സ്വയം ഏറ്റെടുത്ത് കടലിലേക്ക് എറിയാൻ സ്വയം പറയുക. ലൈഫ് ബോട്ട് ഒന്നും വെച്ചോണ്ടല്ല, എന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ടെന്നുള്ളൊരു ബോധ്യം അവിടെ അനുഗ്രഹത്തോടെ യോനെ ഭരിക്കുക. പക്ഷെ ദൈവം ആ പ്രായശ്ചിത്തം ചെയ്യുവാൻ സ്വയം ആ ശിക്ഷ ഏറ്റെടുക്കാൻ തയ്യാറാകുമ്പോഴും കൈവിടുന്നൊരു ദൈവമല്ല, കരുതുന്നൊരു ദൈവം. ആ കരുതലിന്റെ കരമാണ് വാസ്തവത്തിൽ അനുഗ്രഹത്തോടെ ആ മത്സ്യത്തിന്റെ വായിലേക്ക് അവനകപ്പെടുന്നത്. കണ്ടു നിന്നവർ ചിന്തിച്ചു കാണും, ഈ അവനെന്താ അപരാധിയാ, കടലിൽ എറിഞ്ഞാലും അവിടെ പോലും വീഴാൻ സമ്മതിക്കാതെ അവരെ മത്സ്യം കൊണ്ട് നശിപ്പിക്കുന്നു എന്നൊക്കെ ചിന്തിച്ചു കാണും. നാട്ടുകാരെന്തും പറയട്ടെ, പക്ഷെ ദൈവത്തിന്റെ പദ്ധതി അവൻ ബോധ്യപ്പെടുകയാണ്. വാസ്തവത്തിൽ സുന്ദരമായിട്ട് മനോഹരമായി അവനെ കരങ്ങളിൽ വഹിക്കുന്നത് പോലെ ആ മത്സ്യം 2-ാം അധ്യായം മുഴുവൻ തമ്പുരാൻ ആ യോന മത്സ്യത്തിന്റെ വയറ്റിൽ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ സ്വസ്ഥതയോടുകൂടി ഇരുന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന, പാപബോധത്തിന്റെ ബോധ്യത്തിൽ മുട്ടുമടക്കുന്ന. അതുകൊണ്ടാണ് കുമ്പസാരത്തിന് ശേഷം പിതാക്കന്മാർ പറയും മുട്ടുമടക്കി പ്രാർത്ഥിക്കണം ദൈവസന്നിധിയിൽ. യോനയെ പോലെ പ്രാർത്ഥിക്കണം. അവന്റെ അപരാധങ്ങളെല്ലാം അക്കമിട്ട് അവൻ മത്സ്യത്തിന്റെ വയറ്റിൽ അനുഗ്രഹത്തോടെ ആ കുമ്പസാരം നീണ്ടുപോവുക. കപ്പലിൽ തുടങ്ങിയ കുമ്പസാരം മത്സ്യത്തിന്റെ ഉദരത്തിലൂടെ ആ കുമ്പസാരം നീണ്ടുപോയിട്ട് അവസാനം നിനുവയുടെ തീരത്തി എന്ന് അവനെ ശാന്തിക്കുമ്പോഴാണ് അവൻ ദൗത്യ നിർവഹണത്തിലേക്ക് മടങ്ങി വന്ന് പ്രായശ്ചിത്തം പൂർത്തീകരിക്കുന്നത്. സുവിശേഷം അവരെ അറിയിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ
അനുഗ്രഹരമായ പാതയിലൂടെ കരുതലിന്റെ കരം തമ്പുരാൻ നീട്ടും. ആവശ്യമുള്ളിടത്ത് തണല് തരുവാൻ. പക്ഷെ തണല് കിട്ടുമ്പോഴും അഹങ്കരിക്കരുത്. ഞാനും നിങ്ങളും ഒക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ ചെറിയ ചെറിയ തണൽ വൃക്ഷങ്ങൾ തമ്പുരാൻ നമുക്ക് തരും. ആ തണൽ വൃക്ഷത്തിന്റെ മണ്ടലിരിക്കുമ്പോൾ അതാണ് എല്ലാം എന്ന് ചിന്തിച്ചു പോകൻ. ജോലി, സൗന്ദര്യം, സന്താനഭാഗ്യം, ഇതൊക്കെ ചെറിയ ചെറിയ തണലുകൾ മാത്രമാണ്. ഇതൊന്നും ശാശ്വതമല്ല. പലപ്പോഴും അതിൽ അഹങ്കരിക്കുമ്പോഴാണ് ദൈവം വീണ്ടും അത് ശിക്ഷയായിട്ട് തീർക്കാൻ ഇടയാവുന്നത്. അതുകൊണ്ട് അതിലൊന്നും അഹങ്കരിക്കാതെ അതൊക്കെ വിനയാന്വിതമായി തമ്പുരാൻ തരുന്ന നൽവരങ്ങൾ എന്നുള്ള നിലയിൽ സ്വീകരിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് വന്നുപോയ അപരാധങ്ങളെ കുറിച്ച് ചെറുതും വലുതും ഏറ്റുപറഞ്ഞുകൊണ്ട് സത്യാനുതാപത്തോടെ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പ്രായശ്ചിത്തം ചെയ്യാൻ തയ്യാറാകുമ്പോൾ നമ്മെ ലക്ഷ്യപ്രാപ്തിയിലെത്തി ഒരു വലിയ വിടുതലിന്റെ അനുഭവം നമുക്ക് തരും. ആ വിടുതൽ യോനയ്ക്ക് മാത്രമല്ല, ആ മാനസാന്തരം കപ്പലിന് മാത്രമല്ല, കപ്പൽ പ്രമാണിക്കോ കപ്പൽ യാത്രക്കാർക്കോ മാത്രമല്ല, 1,20,000-ൽ പരമടങ്ങുന്ന ഒരു നിരുവജനത്തിന് മുഴുവൻ ആ വിടുതൽ ഒരു വ്യക്തിയിലൂടെ അനുഗ്രഹത്തോടെ സ്വായത്തമാക്കാൻ സാധിച്ചു. നമ്മുടെ വ്യക്തിപരമായ മാനസാന്തരം പോലും ചിന്തിക്കണം. അത് എന്നെ ബാധിക്കുന്നത് മാത്രമല്ല, ഞാൻ കുമ്പസാരിച്ച് മാനസാന്തരപ്പെട്ട് നേർവാതയെ നയിക്കുമ്പോൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ജനപ്പറ്റം, എന്റെ കുടുംബം, എന്നോട് ബന്ധപ്പെട്ടുള്ള ആളുകൾ, അനേകർക്ക് അതിന്റെ നന്മ അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ ഒരു സത്യകുമ്പസാരത്തിലേക്ക് ഈ അനുഗ്രഹീത മുതുനോമ്പിന്റെ സമാപനം നയിക്കട്ടെ. ആത്യന്തികമായി യോന കപ്പൽ പ്രമാണി ആകുന്ന ഒരു കുമ്പസാര പിതാവിന്റെ മുമ്പിൽ, മത്സ്യത്തിന്റെ ഉദരമാകുന്ന പരിശുദ്ധ സഭയിൽ കുമ്പസാരിക്കാൻ മുട്ടുമടക്കിയതുപോലെ നമുക്ക് മുട്ടുമടക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ ഞാൻ തെറ്റ് ചെയ്തു വന്നുപോയി, അബദ്ധങ്ങൾ വന്നുപോയെന്ന് ഏറ്റുപറയാൻ, ഞാൻ മഹാപാപിയാണ്, എന്നോട് കരുണ തോന്നേണമെന്ന് നിലവിളിച്ചതുപോലെ ഏറ്റുപറയാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ 3 നോമ്പ് അതിന്റെ പൂർണ്ണതയിൽ അനുഭവേദ്യമായിട്ട് തീരേണ്ട കണ്ടിടയാകും. ആ നിലയിൽ ഈ ശുശ്രൂഷ മുഖാന്തരമാവട്ടെ. ഒരുക്കപ്പെട്ട ധന്യമായ നിമിഷങ്ങൾക്കായിട്ട് സ്തോത്രം. നിങ്ങളോട് ചേർന്ന് എൻ്റെ ഒരു എക്സ്റ്റൻഡഡ് ഫാമിലി എന്ന് എപ്പോഴും ഞാൻ സൂചിപ്പിക്കുന്നുണ്ടല്ലോ, നമ്മുടെ ഇടവക അങ്ങനെയാണല്ലോ കാണുന്നത്. അങ്ങനെ എനിക്ക് ഏറ്റവും സ്നേഹം അനുഭവിച്ച ഈ എൻ്റെ കുടുംബാംഗങ്ങളുമായിട്ട് ചേർന്ന് ഈ 3 നോമ്പിന്റെ 3 ദിനങ്ങളിലും ശ്രേഷ്ഠമായ ശുശ്രൂഷയുടെ ഒരു ബലഹീന ഭാഗമായി തീരുവാൻ സാധിച്ച ദൈവകൃപയെ നന്ദിയോട് ഓർക്കുന്നു. എൻ്റെ പ്രിയ സഹോദരനോട് അതിൽ ഒരുക്കി തന്ന നല്ല അവസരത്തിനായിട്ട് നന്ദി അറിയിക്കുന്നു. നിങ്ങളെല്ലാം പ്രത്യേകിച്ച് ആ ഡയറക്ടറിയെ വെച്ചിട്ട് ആ കുടുംബങ്ങളെ എല്ലാം, പുതിയ പുതിയ കുടുംബങ്ങൾ എന്റെ ശ്രദ്ധയിലില്ലെന്നുള്ളതേ ഉള്ളൂ, പക്ഷെ എല്ലാ കുടുംബങ്ങളും കുഞ്ഞുങ്ങളെയും ഒക്കെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. കുഞ്ഞുങ്ങളൊക്കെ എന്നെ കാണുകയും ചിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴേറെ സന്തോഷമാണ്. അവരുള്ള നല്ല ബന്ധങ്ങൾ. തീർച്ചയായിട്ടും ഞാൻ സമയം പോകുന്നു. അച്ഛൻ പറഞ്ഞ സമയത്ത് ഞാൻ കൂടുതൽ ദുഃഖിപ്പിക്കുന്നില്ല. എല്ലാവരോടുള്ള സ്നേഹവും സന്തോഷവും നന്ദി അറിയിച്ചുകൊണ്ട് ബലഹീനനെയും എന്റെ ശുശ്രൂഷയും കുടുംബത്തെയും പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് നിങ്ങളോട് ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ. നിങ്ങളെ എന്റെ ബലഹീന പ്രാർത്ഥനയിൽ എപ്പോഴും ഓർക്കും എന്ന് ഉറപ്പ് തന്നുകൊണ്ടും തന്ന അവസരത്തിന് ഒരിക്കൽ കൂടെ സ്നേഹവും നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവരോടും സ്നേഹം അറിയിച്ച് എന്റെ വാക്ക് നിർത്തുന്നു. എല്ലാവരും വാഴ്ച അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷയുടെ സമാപനത്തിന് ശേഷം ഇന്ന് ഞാൻ അല്പം റിലാക്സ് ആണ്. സമയമുണ്ടെങ്കിൽ നമുക്ക് വിടാം. താങ്ക് യു. ഗോഡ് ബ്ലസ്. സ്റ്റേ സേഫ്.